ഇത്തവണയും കൈക്കരുത്തിൽ തന്നെയായിരുന്നു കേരളത്തിൻ്റെ ദേശീയ രാഷ്ട്രീയ മനസ്സ്. കനലത്തരി അണയാതെ കാത്തെങ്കിലും LDFന് ആഹ്ലാദിക്കാൻ ഒന്നുമില്ല. താമര വിരിയിച്ചതിലൂടെ BJPക്കും NDA മുന്നണിക്കുമാകട്ടെ ആഹ്ലാദിക്കാനും അഭിമാനിക്കാനും ഏറെയുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം എണ്ണിത്തുടങ്ങിയപ്പോഴേക്കും കൊല്ലം, ഇടുക്കി, എറണാകുളം, പൊന്നാനി, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വടകര, വയനാട്, കണ്ണൂർ, കാസർഗോഡ് മണ്ഡലങ്ങൾ UDF തരംഗത്തിലേക്കെന്ന് ഉറപ്പിച്ചിരുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ മണ്ഡലങ്ങളാകട്ടെ ത്രികോണ പോരാട്ടത്തിലും. ഫലങ്ങൾ മാറിമറിഞ്ഞു. തിരുവനന്തപുരത്ത് ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ പോരാട്ടം കടൽക്കരയോളം നീണ്ടു. തീരദേശ വോട്ടിൽ തരൂർ 4ാം വട്ടവും തിരമാലയായി. ആറ്റിങ്ങലാകട്ടെ ഓരോ ബൂത്തിലും ആകാംക്ഷ നിറഞ്ഞു. ഒടുവിൽ ആറ്റിങ്ങലിൽ പ്രകാശം വരുന്നു. മാവേലിക്കരയിൽ കൊടിക്കുന്നിലിന്റെ കൊടിയേറ്റം തടയാൻ അരുൺകുമാർ ചെറുത്തുനിൽപ്പ് നടത്തി. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കും അത്ഭുതം സൃഷ്ടിക്കാനായില്ല. തോമസ് ഐസക്കിന് മുകളിൽ ആന്റണി ഭൂരിപക്ഷം ഉയർത്തി. കോട്ടയത്ത് 2 വാടി. ചാഴിക്കാടൻ തോറ്റു. തുഷാർ 3ാമനായെങ്കിലും ഉഷാറായി പോരാടി. ആലത്തൂർ മന്ത്രി K രാധാകൃഷ്ണന്റെ വിജയമാകട്ടെ വ്യക്തിത്വ വിജയമായി വിലയിരുത്തപ്പെടും. ചുരുക്കത്തിൽ ഭരണവിരുദ്ധ വികാരമാണ് LDFന് തിരിച്ചടിയായത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.